നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ചുവപ്പ് പുതച്ച ഇന്ത്യൻ വിപണി എന്ന് പോയ വാരത്തിലെ ആഭ്യന്തര വിപണിയെ വിശേഷിപ്പിക്കാം. തുടർച്ചയായ രൂപയുടെ മൂല്യമിടിവും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയായി. ആഴ്ചയുടെ ആദ്യം ടെസ്റ്റ് ചെയ്ത 24,089.85 എന്ന ഹൈക്ക് ശേഷം ആഴ്ചയിലുടനീളം ലോവർ ലോസ് സൃഷ്ടിച്ചുകൊണ്ട് വാരാന്ത്യത്തിൽ 23,344.35 എന്ന വീക്കിലി ലോയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് കണ്ടത്. ബെഞ്ച് മാർക്ക് സൂചികയായ നിഫ്റ്റി പോയ വാരത്തിൽ 2.39% ഇടിവിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ സെൻസെക്സ് 2.33% ഇടിഞ്ഞത്. ബെഞ്ച് മാർക്ക് സൂചികളെ കൂടുതൽ ഇടിവിലേക്ക് പോകാതെ സപ്പോർട്ട് നൽകിയത് IT സൂചിക മാത്രമായിരുന്നു. TCSന്റെ റിസൾട്ടിന് മുന്നോടിയായുള്ള പ്രീ റിസൾട്ട് റാലിയും റിസൾട്ടിന് ശേഷം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പോസിറ്റീവ് കമന്റ്സുമാണ് സൂചികയെ 2.02% പ്രതിവാര നേട്ടം നൽകുന്നതിലേക്ക് നയിച്ചത്. മറ്റു സെക്ടറൽ സൂചികകളുടെ നഷ്ടം 2% മുതൽ 8% വരെയാണ്. സെൽ ഓഫ് നേരിട്ട പ്രധാന സെക്ടർ ബാങ്ക് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി 4.42% നഷ്ടവും നേരിട്ടപ്പോൾ നിഫ്റ്റി PSU ബാങ്ക് സൂചികളുടെ നഷ്ടം 8.07%. നിഫ്റ്റി റിയൽറ്റി 7.83% ഇടിഞ്ഞു. ബ്രോഡർ മാർക്കറ്റിലും ശക്തമായ സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിച്ചത്. BSE മിഡ് ക്യാപ്പ് 5.74% ഇടിഞ്ഞപ്പോൾ BSE സ്മോൾ ക്യാപ്പ് 5.94% ഇടിവ് രേഖപ്പെടുത്തി. ലേബർ ഡാറ്റകളായിരുന്നു പോയ വാരം അമേരിക്കൻ സൂചികളെ നയിച്ചത്. ശക്തമായ ഡാറ്റകളായിരുന്നു വന്നത്. ഉപഭോഗം വർദ്ധിക്കുകയും അതുവഴി വീണ്ടും വിലക്കയറ്റ ഭീഷണി US-ന് നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ജനുവരി 3-ാം വാരത്തിൽ നടക്കുന്ന ഫെഡ് തീരുമാനങ്ങളെ ഇത് സ്വാധീനിച്ചേക്കാം എന്ന ആശങ്ക ശക്തമായതിനെ തുടർന്ന് US സൂചികൾ കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 1.86% ഇടിവിൽ അവസാനിച്ചപ്പോൾ S&P 500 സൂചിക 1.94% നഷ്ടവും രേഖപ്പെടുത്തി. നാസ്ഡാക്ക് 100 2.24% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ജനുവരി 14-ന് വരുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അഥവാ PPI കോർ PPI ഡാറ്റകളാണ് അടുത്ത ആഴ്ച അമേരിക്കൻ സൂചികൾ ഉറ്റുനോക്കുന്ന ആദ്യ ഡാറ്റകളിലൊന്ന്. ഉൽപ്പാദകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പണപ്പെരുപ്പമാണ് PPI കോർ PPI ഡാറ്റകളിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു നേരിയ വളർച്ച PPI അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ജനുവരി 15-ന് US-ന്റെ ഡിസംബറിലെ CPI കോർ CPI ഡാറ്റകളും എത്തും. CPI 2.7% കുറയുമെന്നും കോർ CPI 3.3% തുടരുമെന്നുമാണ് ഇപ്പോഴത്തെ അനുമാനം. പണപ്പെരുപ്പം അനുമാനങ്ങൾക്ക് അനുസൃതമായി വന്നാൽ ഈ മാസം നടക്കുന്ന ഫെഡ് തീരുമാനങ്ങൾ വിപണിക്ക് അനുകൂലമായേക്കാം. ജനുവരി 16-ന് റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും പ്രസിദ്ധീകരിക്കും. റീറ്റെയിൽ ഉപഭോഗം വഴിയുള്ള പണപ്പെരുപ്പം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റയാണിത്. ഈ ഡാറ്റയും അനുകൂലമായാൽ പണപ്പെരുപ്പം ഒരു പരിധിവരെ ഫെഡിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. അന്ന് തന്നെ പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും വരും. നിലവിലുള്ള പോസിറ്റീവ് ട്രെൻഡ് തുടരുമോ എന്ന് നിക്ഷേപകർക്ക് വിലയിരുത്താം. ജനുവരി 17 റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള ബിൽഡിംഗ് പെർമിറ്റ് ഡാറ്റയും എത്തും. ഈ ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. ബ്രിട്ടന്റെ 10-ഇയർ ബോണ്ട് ഈൽഡ് 26 വർഷത്തെ ഉയരത്തിലേക്ക് കുതിച്ചതും മന്ദഗതിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ വളർച്ചയും യൂറോപ്യൻ സൂചികളുടെ പ്രകടനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഫൂട്സെ 100 0.45% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ക്യാക് 40 2.04% മുന്നേറി. ഡാക്സ് 1.55% കുതിപ്പാണ് റിപ്പോർട്ട് ചെയ്തത്. വിവിധ രാജ്യങ്ങളുടെ CPI കണക്കുകളാണ് യൂറോപ്യൻ സൂചികളെ അടുത്ത വാരം കാത്തിരിക്കുന്നത്. ജനുവരി 15-ന് വരുന്ന ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും പണപ്പെരുപ്പ കണക്കുകളാണ് അതിലാദ്യം. സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ബ്രിട്ടനെ സംബന്ധിച്ച് ഈ ഡാറ്റ നിർണായകമാണ്. ബ്രിട്ടൻ്റെ PPI കണക്കുകളും അന്നെത്തും. ഒപ്പം അന്ന് തന്നെ വരുന്ന ജർമ്മനിയുടെ GDP ആനുവൽ ഗ്രോത്തും വിപണി ശ്രദ്ധ ആകർഷിക്കും. ജനുവരി 16-ന് ബ്രിട്ടൻ്റെ GDP കണക്കുകളും വരും. നവംബറിലെ കണക്കുകളാണ് വരുന്നത്. ഒക്ടോബറിൽ -1% ബ്രിട്ടൻ്റെ GDP വളർച്ച. 1% നവംബറിലെ GDP അനുമാനം. അനുമാനങ്ങൾക്ക് അനുസൃതമാണെങ്കിൽ ഈ ഡാറ്റ വിപണിയിൽ ചലനം സൃഷ്ടിച്ചേക്കാം. അന്ന് വരുന്ന ജർമ്മനിയുടെ CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. ജനുവരി 17-ന് ബ്രിട്ടൻ്റെ റീറ്റെയിൽ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ കൂടി വരുന്നതോടെ ബ്രിട്ടീഷ് എക്കോണമിയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ഒപ്പം യൂറോസോണിൻ്റെ CPI ഡാറ്റ കൂടി വരുന്നതോടെ യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷൻ്റെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ നടപടി മൂലം ചൈനീസ് ബോണ്ട് ഈൽഡിലുണ്ടായ ഇടിവും യുവാന്റെ മൂല്യ തകർച്ചയും ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ഏഷ്യൻ വിപണികൾക്ക് തിരിച്ചടിയായി. നിക്കെ 225 1.72% പ്രതിവാര അടിസ്ഥാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഷാങ്ഹായ് കോമ്പോസിറ്റ് 1.3% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്.
ജനുവരി 15 വരുന്ന പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം റേറ്റ് തീരുമാനങ്ങളാണ് അടുത്ത ആഴ്ച ഏഷ്യൻ വിപണികൾ ഒറ്റുനോക്കുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. ഈസി മെഷേഴ്സ് സ്വീകരിക്കുമെന്ന് ചൈനീസ് സർക്കാരിന്റെ തീരുമാനം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തേജന പദ്ധതികളുടെ ഭാഗമായി ഈ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 16 ചൈനയുടെ 4ാം പാദത്തിലെ GDP കണക്കുകളും എത്തും. നേരിയ വളർച്ച GDPയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം അന്ന് തന്നെ വരുന്ന ചൈനയുടെ തൊഴിലില്ലായ്മ കണക്കുകളും ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിൽ തുടർച്ചയായി 3ാം വാരവും നേട്ടമാണ് ക്രൂഡ് വിലയിൽ കാണുന്നത്. വാരാന്ത്യത്തിൽ ബ്രെന്റ് ക്രൂഡ് 3.64% നേട്ടത്തോടെ ബാരലിന് $79.07 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് 3.04% ഉയർന്ന് ബാരലിന് $75.61 എന്ന നിലയിലും അവസാനിച്ചു. ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ലെവൽ കുറഞ്ഞതും റഷ്യയ്ക്കും ഇറാനും എതിരായ ഉപരോധവും ക്രൂഡ് വിലയെ ഉയർത്തി. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലെ തണുത്ത കാലാവസ്ഥയും ക്രൂഡ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ റെസിസ്റ്റൻസ് സൈക്കോളജിക്കൽ ലെവലായ $80 തുടർന്ന് 81 മുതൽ $81.5 എന്ന റേഞ്ചിലേക്കും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ $77.62 തുടർന്ന് $74.67 സപ്പോർട്ടായി കണക്കാക്കാം. തുടർന്ന് വീണ്ടും ഒരു ഇടിവ് വന്നാൽ $72.76 എന്ന ലെവൽ വരെ പോയേക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് 77 മുതൽ $77.5 റേഞ്ചിലാണ് ആദ്യ റെസിസ്റ്റൻസ്. തുടർന്ന് 80 മുതൽ $80.5 എന്നീ ലെവലിലേക്കും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ $71.78, $69.5 എന്നീ പോയിന്റുകളാണ് പ്രധാന സപ്പോർട്ട് ലെവലുകൾ. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $68.21 റെസിസ്റ്റൻസ് പരിഗണിക്കാം. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 1.95% നേട്ടത്തോടുകൂടി ട്രോയ് ഔൺസിന് $2689.75 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US പേറോൾ ഡാറ്റയിലെ അപ്രതീക്ഷിത വളർച്ച പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് ഫെഡിന്റെ റേറ്റ് കട്ട് സൈക്കിളിന്റെ വേഗം കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവിലയെ പിന്തുണച്ചത്. ടെക്നിക്കൽ സൈഡിൽ വരുന്ന സെഷനുകളിൽ സൈക്കോളജിക്കൽ ലെവലായി 2700 എന്ന ലെവൽ റെസിസ്റ്റൻസായി പരിഗണിക്കാം. തുടർന്ന് പിവറ്റ് പോയിന്റ് ലെവലായ $2708 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. 55 ഡേ EMA ലെവലായ $2653, 100 ഡേ EMA ലെവലായ $2633 സ്വർണത്തിൻ്റെ മേജർ സപ്പോർട്ട്. തുടർന്ന് $2614 അവിടെ നിന്ന് ഒരു ഇടിവുണ്ടായാൽ $2531 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് തുടരുകയാണ്. കൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും രൂപയുടെ മൂല്യമിടിവിന് ആക്കം കൂട്ടുന്നുണ്ട്. തുടർച്ചയായ 10ാം ആഴ്ചയും മൂല്യമിടിവ് നേരിട്ട വാരാന്ത്യത്തിൽ 0.47% ഇടിവോടെ 86.14 എന്ന ലെവലിലാണ് രൂപയുടെ വ്യാപാരം അവസാനിച്ചത്. 86 രൂപ എന്ന സൈക്കോളജി ലെവൽ ബ്രേക്ക് ചെയ്തതോടെ രൂപയുടെ ഏറ്റവും താഴ്ന്ന നിലയായ 86.14 രൂപയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86.50 രൂപ ലെവലിലേക്കും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.65 രൂപയാണ് ആദ്യ റെസിസ്റ്റൻസ്. തുടർന്ന് 100 ഡേ EMA ആയ 84.51 രൂപയിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പോയ വാരത്തിൽ FIയുടെ ഭാഗത്തു നിന്ന് നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 16,854.25 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIകൾ 21,682.76 കോടിയുടെ നിക്ഷേപവും നടത്തി. ജനുവരി 6 നിക്കി സർവീസ് PMA ആയിരുന്നു പോയ വാരമെത്തിയ പ്രധാന ഡാറ്റ. ഡിസംബർ 16 58.4 നിന്നും 60.8 ഉയരുമെന്നായിരുന്നു അനുമാനങ്ങളെങ്കിലും 59.3 റിപ്പോർട്ട് ചെയ്തു. ജനുവരി 10 എത്തിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയുമായിരുന്നു പോയ വാരം നിർണായകമായത്. ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്ത 4.4% നിന്നും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് നവംബറിൽ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ 5.5%. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 4% ഉയരുമെന്നായിരുന്നു അനുമാനങ്ങൾ. എന്നാൽ കണക്കുകൾ പുറത്തു വന്നതോടെ 5.2% ഉയർന്നു. വരുന്ന വാരം ജനുവരി 13 എത്തുന്ന CPI ഡാറ്റകൾ വിപണിയെ സ്വാധീനിക്കും. ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത 5.48% നിന്നും CPI 5.28% താഴുമെന്നാണ് അനുമാനങ്ങൾ. ജനുവരി 14 WPI ഇൻഫ്ലേഷൻ ഡാറ്റകളും വരും. നവംബറിൽ 1.8% മൊത്തവില പണപ്പെരുപ്പം. ഡിസംബറിൽ 2.3% എത്തുമെന്നാണ് പ്രതീക്ഷകൾ.
അന്നേ ദിവസം തന്നെ WPI മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ കണക്കുകളും പുറത്തുവരും. ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും ജനുവരി 17-ന് എത്തും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജനുവരി 17-ന് റിപ്പോർട്ട് ചെയ്യും. ജനുവരി 10-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $5.6 ബില്യൺ താഴ്ന്ന് $634 ബില്യൺ ക്വാർട്ടർലി അപ്ഡേറ്റ്സ് തന്നെയാണ് കോർപ്പറേറ്റ് തലത്തിൽ നിർണായകമായത്. റിസൾട്ട് സീസണ് തുടക്കമിട്ട നിഫ്റ്റി 50 കമ്പനിയിലെ TCSന്റെ പ്രതീക്ഷകൾക്കനുസൃതമായ ഏർണിംഗ് നമ്പേഴ്സ് പുറത്തു വന്നതോടെ ഓഹരികൾ കുതിച്ചുയർന്നു. IT ഭീമൻ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ 12% വർധനവാണ് രേഖപ്പെടുത്തിയത്. മികച്ച മാനേജ്മെന്റ് കമന്ററിയും ഓഹരികളെ തുണച്ചു. പോയ വാരം റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ടാറ്റ എലക്സി ആയിരുന്നു. വരുമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയോടെ ഓഹരികളിലും കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് പ്രകടമായത്. പൊതുമേഖലാ സ്ഥാപനമായ IREDയെ സംബന്ധിച്ചിടത്തോളം മികച്ച നമ്പേഴ്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ അറ്റാദായം ഏകദേശം 27% വർധനവാണ് പ്രകടമാക്കിയത്. ഒപ്പം അസറ്റ് ക്വാളിറ്റിയിൽ ഉൾപ്പെടെ മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ശേഷമുള്ള ആദ്യ പാദഫലം പ്രഖ്യാപിച്ച മൊബിക്വിക്ക് രണ്ടാം പാദത്തിൽ അറ്റ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 43% വർധനവും രേഖപ്പെടുത്തി. എന്നിരുന്നാലും തുടർച്ചയായ അടിസ്ഥാനത്തിൽ അറ്റ നഷ്ടം കുറഞ്ഞതോടെ ഓഹരികൾ മികച്ച കുതിപ്പാണ് നടത്തിയത്. ആഴ്ചയിലെ അവസാന ദിവസം പുറത്തുവന്ന അവന്യൂ സൂപ്പർമാർട്സ്, PCBL, ജസ്റ്റ് ഡയൽ റിസൾട്ടുകളോടും വിപണി വരുന്ന വാരം പ്രതികരിക്കും. വരുന്ന ആഴ്ചയിൽ 13-ാം തീയതിയാണ് HCL ടെക്നോളജീസ് പാദഫലം വരുന്നത്. സീസണൽ വീക്ക്നെസ് IT കമ്പനികളുടെ വളർച്ചയെ ബാധിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും മാനേജ്മെന്റ് വിലയിരുത്തലാകും വിപണിയിൽ നിർണായകമാകുക. അന്ന് തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ഏഞ്ചൽ വൺ, ആനന്ദ് റാട്ടി വെൽത്ത്, ഡെൽറ്റാകോപ്പ് തുടങ്ങിയ കമ്പനികളും ഏർണിംഗ്സ് നമ്പേഴ്സ് പുറത്തുവിടും. ബ്രോക്കറേജ് സ്ഥാപനമായ ഏഞ്ചൽ വൺ മികച്ച Q3 അപ്ഡേറ്റ്സ് പുറത്തുവിട്ടത് പ്രതീക്ഷ നൽകുന്നതാണ്. ആവറേജ് ഡെയിലി ടേൺ ഓവർ ഉൾപ്പെടെ മുന്നേറ്റം രേഖപ്പെടുത്താനാണ് സാധ്യത. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഹാത്വേ കേബിൾസ് ആൻഡ് ഡാറ്റാകോം എന്നിവയാണ് 14-ാം തീയതി റിസൾട്ട് പുറത്തുവിടുന്ന പ്രധാന കമ്പനികൾ. രണ്ടാം പാദത്തിൽ അറ്റാദായത്തിൽ 32% വർധനവാണ് HDFC AMC കമ്പനി റിപ്പോർട്ട് ചെയ്തത്. വിപണി മൂലധനം ആദ്യമായി $1 ട്രില്യൺ കടക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ പോസിറ്റീവ് നമ്പേഴ്സ് മൂന്നാം പാദത്തിലും ഉണ്ടായാൽ ഓഹരികളിൽ അത് പ്രതിഫലിക്കും. ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിന്നും HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പാദഫലമാണ് 15-ന് എത്തുന്നത്. തുടർച്ചയായി കഴിഞ്ഞ 4 പാദങ്ങളിലും കമ്പനി പോസിറ്റീവ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാദത്തിലും അത് തുടരുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ഇതിന് പിന്നാലെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ, L&T ടെക്നോളജി സർവീസും നമ്പേഴ്സ് റിലീസ് ചെയ്യും. ടയർ മേഖലയിൽ നിന്നും സിയറ്റ് പാദഫലമാണ് ആദ്യം വരുന്നത്. വിലക്കയറ്റം നേരിടാൻ ടയർ കമ്പനികൾ തുടർച്ചയായി വില വർദ്ധിപ്പിച്ച നടപടി എങ്ങനെയാകും മേഖലയെ ബാധിച്ചിട്ടുണ്ടാകുക എന്നും നിക്ഷേപകർ ഉറ്റുനോക്കും. ഇതിന് പിന്നാലെ ഓറിയന്റ് ഹോട്ടൽസ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയും ഫലങ്ങൾ അനൗൺസ് ചെയ്യും. ഇതിലൊക്കെ ഉപരിയായി ഇൻഫോസിസ്, LTI മൈൻഡ്രി, ആക്സിസ് ബാങ്ക്, ഹാവൽസ് ഇന്ത്യ എന്നിവയാണ് ജനുവരി 16-ന് പാദഫലങ്ങൾ പുറത്തുവിടുന്ന പ്രധാന കമ്പനികൾ. IT വമ്പന്മാർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതോടെ മേഖലയുടെ മൊത്തത്തിലുള്ള ചിത്രം വ്യക്തമാകും. 17-ന് വരുന്ന വിപ്രോ, ടെക് മഹീന്ദ്ര എന്നിവയുടെ റിസൾട്ടുകളോടും വിപണി പ്രതികരിക്കും. അന്ന് തന്നെ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്നീ കമ്പനികളുടെ നമ്പേഴ്സ് കൂടി റിലീസ് ചെയ്യുന്നതോടെ ലൈഫ് ഇൻഷുറൻസ് മേഖലയുടെ പൂർണ്ണ ട്രെൻഡും മനസ്സിലാക്കാം. ബാങ്കിംഗ് മേഖലയിൽ നിന്നും ആക്സിസ് ബാങ്ക് ആണ് ഏർണിംഗ് സീസണ് തുടക്കമിടുന്നത്. ആസ്തി ഗുണനിലവാരം, വളർച്ചാ ആശങ്കകൾ എന്നിവ കാരണം മൂന്നാം പാദത്തിൽ ബാങ്കുകളുടെ വരുമാനം സമ്മർദ്ദത്തിലാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി 2 പാദങ്ങളിലും മ്യൂട്ടഡ് ഗ്രോത്ത് ഉണ്ടായത് ഈ പാദത്തിലും തുടർന്നാൽ ബാങ്കിംഗ് ഓഹരികളിലും കനത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയേക്കാം. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ക്യാൻ ഫിൻഹോംസ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികളാണ് ആഴ്ചയിലെ അവസാന ദിനത്തിൽ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. IPO മാർക്കറ്റിൽ അടുത്ത ആഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ലക്ഷ്മി ഡെന്റൽ ലിമിറ്റഡ് ആണ്. 2004 സ്ഥാപിതമായ കമ്പനി ഡെന്റൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 698.06 കോടി രൂപയാണ്. ജനുവരി 13-ന് ഓപ്പണാകുന്ന IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 15-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 407 മുതൽ 428 രൂപ വരെയാണ്. 20-ന് കമ്പനി ലിസ്റ്റ് ചെയ്യും. ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ റേഞ്ച് ബൗണ്ട് വോളറ്റിലിറ്റി ആയിരുന്നു നിഫ്റ്റി സൂചികയിൽ ഉണ്ടായത്. ഡെയിലി ബേസിൽ 0.40% ഇടിവും വീക്കിലി ബേസിസിൽ ഏകദേശം 2.4% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. മിക്ക മൂവിംഗ് ആവറേജുകളിൽ ഒരു നെഗറ്റീവ് ബയാസ് ഉണ്ടെന്നും സൂചിക ഇവയുടെ താഴെ ട്രേഡ് ചെയ്യുന്നത് ഒരു ബിയറിഷ് സിഗ്നൽ ആണെന്നും വിദഗ്ധർ പറയുന്നു. Q2 മുതലുള്ള മോഡറേറ്റായ കോർപ്പറേറ്റ് ഏർണിംഗ്സും
ഡോളർ ശക്തി പ്രാപിക്കുന്നതും കാരണമാണ് മാർക്കറ്റിൽ ബെയറിഷ് സെന്റിമെന്റ് നിലനിൽക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. HDFC സെക്യൂരിറ്റിയിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത് 23,260 23,000 സൂചികയുടെ ക്രൂഷ്യൽ സപ്പോർട്ടായിരിക്കുമെന്നും 23,600 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പരിഗണിക്കാം എന്നുമാണ്. 2 ആഴ്ചത്തെ കൺസോൾട്ടേഷന് ശേഷം നിഫ്റ്റി ഇപ്പോഴൊരു ഡൗൺവേർഡ് ട്രജക്ടറിയിലാണെന്നാണ് SBI സെക്യൂരിറ്റിയിലെ അനലിസ്റ്റുമാർ പറയുന്നത്. അതോടൊപ്പം പ്രധാന സപ്പോർട്ട് ലെവലും 200 EMAയുമായ 23,940 താഴെ ട്രേഡ് ചെയ്യുന്നത് സൂചികയിൽ ബെയറിഷ് മൊമെന്റം വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് കൂടുന്നുവെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ 23,260 23,200 ഒരു പ്രധാന സപ്പോർട്ട് റേഞ്ചും 23,670 23,700 ടോപ്പ് സൈഡിൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ 1.5% ഇടിവാണ് സൂചിക രേഖപ്പെടുത്തിയത്. വീക്കിലി ബേസിസിൽ 4%. ചാർട്ടിൽ ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ലോങ് ബെയറിഷ് ക്യാൻഡിലും സൂചിക ഫോം ചെയ്തിരുന്നു. 49,500 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രമേ ഒരു പുൾ ബാക്ക് റാലി ഉണ്ടാകൂ എന്നാണ് കോട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് അമോൽ അദാവാലെ പറയുന്നത്. ഇവിടെ 48,300 48,000 സപ്പോർട്ടായും 49,600 49,650 റെസിസ്റ്റൻസ് ആയും കണക്കാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിയറിഷ് മൂഡിൽ നിൽക്കുന്ന വിപണിയുടെ ഗതി ഇനി നിർണ്ണയിക്കുക വരുന്ന വാരം വരുന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സ് നമ്പേഴ്സ് തന്നെയായിരിക്കും. രണ്ടാം പാദത്തിലെ പോലെ മോഡറേറ്റ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ നിഫ്റ്റി വീണ്ടും 23,200 എന്ന മേജർ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. വീണ്ടും സെൽ ഓഫ് നേരിടുമോ അതോ ഒരു ബൗൺസ് ബാക്ക് നടത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം.